വിവാദങ്ങൾക്ക് ശേഷമുള്ള ആദ്യ പൊതുപരിപാടിയിലും ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളുടെ മഹത്വം, സാമൂഹ്യ സേവന നവോത്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്കുമാണ് വി.എസ്. പരാമർശിച്ചത്. സംസ്ഥാന സമ്മേളനം ബഹിഷ്കരിച്ച് തിരിച്ചെത്തിയ ശേഷം കഴിഞ്ഞ 4 ദിവസമായി കന്റോൺമെന്റ് ഹൗസിന്റെ വേലിക്കെട്ടിനുള്ളിലായിരുന്നു വി.എസ്. തിരുവനന്തപുരം മണ്ണന്തല ആനന്ദവല്ലീശ്വരം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനമായിരുന്നു വിവാദങ്ങൾക്ക് ശേഷം വി.എസ്. പങ്കെടുത്ത ആദ്യ പൊതുപരിപാടി. തടിച്ചുകൂടിയവർ പ്രതീക്ഷയോടെ കാത്തിരുന്നെങ്കിലും ആനുകാലിക രാഷ്ട്രീയ സംഭവങ്ങളൊന്നും വി.എസിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഇടം പിടിച്ചില്ല. നവോത്ഥാന കാലത്ത് ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ ഏറ്റെടുത്തത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണെന്ന് ഓർമ്മിപ്പിച്ച് വി.എസ്. കത്തിക്കയറി. കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കി മാറ്റിയത് നവോത്ഥാനവും മുന്നേറ്റവും അതിനെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പാർട്ടികൾ നടത്തിയ പോരാട്ടങ്ങളുമാണ്. കേരളത്തിന്റെ ചരിത്രം സത്യസന്ധമായി വിലയിരുത്തുന്ന ആരും സമ്മതിക്കുന്ന വസ്തുതയാണ് ഇത്. നവോത്ഥാന കാലത്ത് ഗുരു നടത്തിയ പ്രവർത്തനങ്ങൾ പിൽക്കാലത്ത് ഏറ്റെടുത്തത് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പുരോഗമന ശക്തികളുമായിരുന്നു. ഗുരുവിന്റെ ദർശനങ്ങൾ പുതിയ സാഹചര്യത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നു എന്ന് ഒരു ഓർമ്മപ്പെടുത്തലും. ഇന്ന് കാലം മാറിയിരിക്കുന്നു. നമ്മുടെ ജീവിതവും വല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഗുരുവിന്റെ ദർശനങ്ങൾ പോലും ദുർവ്യാഖ്യാനം ചെയ്യുകയും ചില സ്ഥാപിത താല്പര്യക്കാർ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വളച്ചൊടിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ട്. ചടങ്ങിന് ശേഷം മടങ്ങാനൊരുങ്ങിയ വി.എസിനോട് രാഷ്ട്രീയ ചോദ്യങ്ങളുമായി മാധ്യമപ്രവർത്തകരെത്തി. അവരോട് വി.എസിന്റെ മറുപടി ഇങ്ങനെ: ഒന്നുമില്ല, സമ്മേളനം മാത്രം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.